ഹായ് എവരി വൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലേക്കുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ടാണെങ്കിലും, നമുക്കിപ്പോൾ ഒരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലും, നമുക്കിപ്പോൾ ഒരു PR-ന് അപ്ലൈ ചെയ്യാനാണെങ്കിലും ഓരോന്നിനും അതിൻ്റേതായ രീതിയിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഇംഗ്ലീഷ് എക്സാമാണ് പോസിബിൾ ആയിട്ടുള്ളത്, എത്രയൊക്കെ സ്കോർ വേണം, എത്രയാണ് വാലിഡിറ്റി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോമിംഗ് റിപ്പോർട്ട്സ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനായിട്ടുള്ളതോ ഉള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അതിനെക്കുറിച്ച് പറയുക. ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ എനിക്ക് അറിയുന്നതാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അഫ്ര നഴ്സിംഗ് രജിസ്ട്രേഷൻ. ഇത് ഞാനൊരു നഴ്സാണ്, സോ ഓഫ് കോഴ്സ് എനിക്ക് കൂടുതലായിട്ടും ഇൻഫർമേഷൻ തരാൻ നഴ്സിംഗ് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു അഫ്ര നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് എന്തൊക്കെ സ്കോറാണ് വേണ്ടി വരിക, അതെങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നമുക്ക് മെയിനായിട്ട് ഇവിടെ ഒരു 5-6 ടൈപ്പ് എക്സാംസ് അവൈലബിൾ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ. അതിലിപ്പോൾ TOEFL, കേംബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊന്നും കോമൺ ആയിട്ട് അങ്ങനെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് IELTS, OET, PT എന്നീ 3 കാര്യങ്ങളിലായിരിക്കും. നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് IELTS ആണ് ഒരു വ്യക്തി എഴുതുന്നതെങ്കിൽ അവർക്ക് ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ഈ 3 മൊഡ്യൂൾസിലും 7 ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റൈറ്റിംഗിൽ 6.5 ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കുകയും വേണം. ഇനിയിപ്പോൾ OET ആണെന്നുണ്ടെങ്കിൽ ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ഈ 3 മൊഡ്യൂൾസിലും B ഉണ്ടായിരിക്കണം. റൈറ്റിംഗിൽ C+ ആണ് ഉണ്ടായിരിക്കേണ്ടത്. PTE ആണെന്നുണ്ടെങ്കിൽ ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ഈ 3 മൊഡ്യൂൾസിലും 66 ഇൻഡിവിജ്വൽ ആൻഡ് എബവ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റൈറ്റിംഗിൽ 56 ഇൻഡിവിജ്വൽ ഓർ എബവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 മൊഡ്യൂൾസ് ആണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ 3 മൊഡ്യൂൾസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 years ആണ്. അപ്പോൾ നമുക്ക് മുമ്പ് 6 monthsനുള്ളിൽ ക്ലബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് 2 attempts 6 monthsന് വിത്തിനിൽ ക്ലബ് ചെയ്ത് സെയിം സ്കോർ ഈക്വലൻ്റ് ആയിട്ട് ക്ലബ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് മതിയായിരുന്നു. ഇപ്പോൾ അത് അവർ ചേഞ്ച് ചെയ്ത് 12 months ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12 monthsനുള്ളിൽ ക്ലബ് ചെയ്തിട്ട് കിട്ടുന്ന സ്കോർ ലൈക്ക് 2 attempts തന്നെയാണ്, പക്ഷേ വിത്തിൻ 12 monthsനുള്ളിൽ ക്ലബ് ചെയ്ത് കിട്ടിയാലും മതി. IELTSഉം PTE ആണെങ്കിൽ നിങ്ങൾക്ക് പോയ മൊഡ്യൂളിന് അത് മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ പോരാ, എല്ലാ മൊഡ്യൂൾസും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ പോയ മൊഡ്യൂൾസിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ OET ആണെങ്കിൽ നമുക്ക് പോയ മൊഡ്യൂൾസ് മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. ആൻഡ് അതിലും കൂടി പാസ്സായാൽ നമുക്ക് ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് രജിസ്ട്രേഷനിലേക്ക് കിടക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് 482 വിസയെ കുറിച്ചാണ്. ഒരു വ്യക്തി നമുക്കിപ്പോൾ നഴ്സിംഗ് രജിസ്ട്രേഷനൊക്കെ ആയി, ഒരു ജോബായി, പിന്നെ നമ്മൾ ഒരു 482 വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിനും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മളൊരു UK, അയർലൻഡിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വേവ് ചെയ്ത് കിട്ടുന്നതാണ്. അവർക്ക് ആ സമയത്ത് ഒരു വാലിഡ് ആയിട്ടൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഇല്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഇന്ത്യ അല്ലെങ്കിൽ GCC കൺട്രീസിൽ നിന്നൊക്കെയാണ് നമ്മൾ ഒരു വർക്ക് വിസ കിട്ടിയിട്ട് അതിനുള്ള അപ്ലിക്കേഷൻ വെക്കുന്നതെങ്കിൽ നമുക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. 3 years ആണ് അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വാലിഡിറ്റി. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അഫ്ര രജിസ്ട്രേഷന് വേണ്ടി യൂസ് ചെയ്ത ഇംഗ്ലീഷ് ലാംഗ്വേജ് വാലിഡ് ആയിട്ടുണ്ട്, ലൈക്ക് 3 years വാലിഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്കോർ തന്നെ സബ്മിറ്റ് ചെയ്യാം. അതല്ല നിങ്ങളത് എക്സ്പയറി ആയി എന്നാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഇംഗ്ലീഷ് എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ IELTS എക്സാം ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ IELTS അക്കാദമിക് ഓർ ജനറൽ ഏത് എക്സാം ആണെങ്കിലും ദാറ്റ്സ് ഫൈൻ. പക്ഷെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ 5 or above സ്കോർ ഉണ്ടായിരിക്കണം ഈച്ച് മൊഡ്യൂൾസിൽ. ഇനിയിപ്പോൾ അതല്ല OET ആണ് എഴുതുന്നതെങ്കിൽ OETയുടെ കാര്യത്തിൽ മാത്രം നമുക്കൊരു സ്കോർ ചേഞ്ചസ് ഇല്ല. OET ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ B എല്ലാ മൊഡ്യൂൾസിലും ഉണ്ടായിരിക്കണം. ഈവൻ റൈറ്റിംഗിൽ C+ എന്നുള്ള ഓപ്ഷൻ അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് ഇവിടുത്തെ ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതിന് ഫുൾ B എന്നുള്ള രീതിയിലാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് PTE എക്സാം എഴുതാം. PTE എക്സാം ആണ് എഴുതുന്നതെങ്കിൽ 36 ഇൻഡിവിജ്വൽ ആൻഡ് എബോവ് എല്ലാ മൊഡ്യൂൾസിലും ഉണ്ടായിരിക്കണം. പിന്നെ ഒരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്പൗസിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവുന്നില്ല. സ്പൗസിന് വിത്തൗട്ട് ഇംഗ്ലീഷ് എക്സാം ഈ വിസയിൽ ഒരു അപ്ലിക്കൻ്റ് ആവാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് 186 വിസ, അതായത് എംപ്ലോയർ സ്പോൺസേഡ് PR. ആ PR-ന് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ വാലിഡിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അതിന് തന്നെ നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലെ സിറ്റിസൺ ആണ്, ലൈക്ക് ഒരു പാസ്പോർട്ട് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പോൾ UK, അയർലൻഡ്, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെ ഏതെങ്കിലും ഒരു കൺട്രീസിലെ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 186 വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ് ഇല്ല. അത് പാർട്ട്ണർക്കാണെങ്കിലും മെയിൻ അപ്ലിക്കൻറ്റിനാണെങ്കിലും. എന്നാൽ നമുക്കിപ്പോൾ ഒരു ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ UK അയർലൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടുത്തെ സിറ്റിസൺ അല്ല, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നോ ആണ് 186 അപ്ലൈ ചെയ്യുന്നതെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് IELTS ആണെങ്കിൽ ഇൻഡിവിജ്വൽ 6 ആൻഡ് എബവ് ഉണ്ടായിരിക്കണം. അക്കാദമിക് ഓർ ജനറൽ ദാറ്റ്സ് ഫൈൻ, പക്ഷേ ഇൻഡിവിജ്വൽ 6 ഓർ എബവ് ഉണ്ടായിരിക്കണം. OET ആണെന്നുണ്ടെങ്കിൽ ഫുൾ B തന്നെ എല്ലാ മൊഡ്യൂൾസിലും ഉണ്ടായിരിക്കണം. PTE ആണെന്നുണ്ടെങ്കിൽ 50 ഇൻഡിവിജ്വൽ ഓർ എബവ് സ്കോർ ഉണ്ടായിരിക്കണം എല്ലാ മൊഡ്യൂൾസിലും. ഇതാണ് 186ൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ 186ന് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് 3 years വാലിഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അഫ്ര രജിസ്ട്രേഷൻ സമയത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ 186 PR അപ്ലൈ ചെയ്യുമ്പോൾ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ആ സെയിം സ്കോർ തന്നെ യൂസ് ചെയ്യാം. പക്ഷേ അവിടെ OET വരുമ്പോൾ B ഉണ്ടാവണം, റൈറ്റിംഗിൽ B ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ സ്കോർ തന്നെ യൂസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എക്സാംസിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്കോർ കിട്ടാനായിട്ട് ശ്രമിക്കുക. പിന്നെ 186 വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്പൗസിനും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അവർക്ക് 3 ഓപ്ഷൻസ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്ന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളൊരു ഡോക്യുമെൻറ്റ്. നമ്മൾ ഇപ്പോൾ ഒരു +2 കഴിഞ്ഞിട്ട് ഒരു 3 years ആൻഡ് അബവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പഠിച്ചത് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവിടുത്തെ കറൻ്റ്ലി ഉള്ള പ്രിൻസിപ്പാളുടെ കയ്യിൽ നിന്ന് അവിടുത്തെ ആ കോളേജിൻ്റെ ലെറ്റർ ഹെഡിൽ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഡോക്യുമെൻറ്റ് യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഉള്ള നിയർലി ചെയ്ത് കാണുന്ന 186 വിസ ആപ്ലിക്കേഷൻസിൽ കാണുന്നതെന്ന് വെച്ചാൽ ഈ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഡോക്യുമെൻറ്റ്സും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് ഇല്ലാത്ത എഡ്യൂക്കേഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് വിൽ ബി ഡിപ്പെൻഡ്സ് ഓൺ ദ കേസ് മാനേജ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എക്സാം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് OET എഴുതാൻ പറ്റത്തില്ല. സ്പൗസിന് IELTS ഓർ PTE മാത്രമേ പറ്റത്തുള്ളൂ. IELTS ആണെങ്കിൽ 4.5 ഇൻഡിവിജ്വൽ ആൻഡ് എബവ് സ്കോർ ഉണ്ടായിരിക്കണം, അക്കാദമിക് ഓർ ജനറൽ. PTE ആണെങ്കിൽ 30 ഇൻഡിവിജ്വൽ ഓർ എബവ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്പൗസിന് ഇംഗ്ലീഷ് എക്സാം എഴുതുമ്പോൾ 1 year ആയിരിക്കും വാലിഡിറ്റി. മെയിൻ അപ്ലിക്കൻറ്റിൻ്റെ ഇതുപോലെ 3 years വാലിഡിറ്റി ലഭിക്കുന്നതല്ല. അപ്പോൾ ഇതാണ് 186 വിസയിലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് 189, 190 അതായത് പോയിന്റ് ബേസ്ഡ് PR ഉണ്ടല്ലോ ഓസ്ട്രേലിയയിലേക്ക്, അതിലേക്ക് വേണ്ട ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 189, 190 വിസയ്ക്ക് PR അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം അത് പോയിന്റ് ബേസ്ഡ് PR ആണ്. അപ്പോൾ അതിന് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ നിന്നുള്ള പോയിന്റ്സ് ആഡ് ആവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു IELTS ആണ് ചെയ്യുന്നതെങ്കിൽ മെയിൻ അപ്ലിക്കൻറ്റിന് ഇൻഡിവിജ്വൽ 7 ലഭിക്കുകയാണെങ്കിൽ അവർക്ക് അത് 10 പോയിന്റ്സിന് ഈക്വാലൻ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇൻഡിവിജ്വൽ 8 ലഭിക്കുകയാണെങ്കിൽ അത് 20 പോയിന്റ്സിന് ഈക്വാലൻ്റ് ആയിരിക്കും. നമുക്കിപ്പോൾ ഈ 186, 190 എന്നുള്ള വിസകൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും 3 years ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ വാലിഡിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലബ് ചെയ്യണമെങ്കിൽ ഈ വിത്തിൻ 3 yearsനുള്ളിൽ ക്ലബ് ചെയ്തിട്ട് കിട്ടുന്ന സ്കോർ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അത് OET ആണെന്നുണ്ടെങ്കിൽ എല്ലാ മൊഡ്യൂൾസിലും B ലഭിക്കുകയാണെങ്കിൽ 10 പോയിന്റ്സും എല്ലാ മൊഡ്യൂൾസിലും A ലഭിക്കുകയാണെങ്കിൽ 20 പോയിന്റ്സും ആയിരിക്കും. ഇനി PTE ആണെന്നുണ്ടെങ്കിൽ എല്ലാ മൊഡ്യൂൾസിലും 65 ഇൻഡിവിജ്വൽ ലഭിക്കുകയാണെങ്കിൽ 10 പോയിന്റ്സും എല്ലാ മൊഡ്യൂൾസിലും 79 ഇൻഡിവിജ്വൽ ആൻഡ് എബവ് ലഭിക്കുകയാണെങ്കിൽ 20 പോയിന്റ്സ് ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ സ്പൗസിൻ്റെ കേസ് പറയുമ്പോൾ നമുക്കിവിടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ അങ്ങനെ യൂസ് ചെയ്താൽ നമുക്ക് പോയിന്റ്സ് ലഭിക്കുന്നതല്ല. അപ്പോൾ പോയിന്റ്സ് ലഭിക്കണമെങ്കിൽ സ്പൗസിന് IELTS ഓർ PTE എന്നീ 2 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ IELTSൻ്റെ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് 6 ഇൻഡിവിജ്വൽ ആൻഡ് എബവ് ലഭിക്കുകയാണെങ്കിൽ സ്പൗസിൻ്റെ കാറ്റഗറിയിൽ നിന്ന് ഒരു 5 പോയിന്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ PTEയിൽ 50 ഇൻഡിവിജ്വൽ ആൻഡ് എബവ് സ്പൗസ് നേടുകയാണെങ്കിൽ അങ്ങനെയും 5 പോയിന്റ് നമുക്ക് ലഭിക്കുന്നതാണ്. സ്പൗസിൻ്റെ കേസ് വരുമ്പോൾ ഇവിടെയും 189, 190 ആപ്ലിക്കേഷനിലാണെങ്കിലും 1 year ആയിരിക്കും വാലിഡിറ്റി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കേസ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 186, 189, 190 ഇങ്ങനത്തെ കേസുകളുടെയൊക്കെ അല്ലെങ്കിൽ വർക്ക് വിസയ്ക്കാണെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 3 years വാലിഡിറ്റി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇംഗ്ലീഷ് എക്സാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലബ് ചെയ്ത് സ്കോർ നേടണമെങ്കിൽ 3 yearsനുള്ളിൽ ക്ലബ് ചെയ്താലും മതി. 3 yearsനുള്ളിൽ ക്ലബ് ചെയ്ത് കമ്പൈനായിട്ട് കിട്ടുന്ന സ്കോർ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ വാലിഡായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അഫ്ര രജിസ്ട്രേഷൻ്റെ പോലെ 1 yearനുള്ളിൽ മാത്രമേ ക്ലബ് ചെയ്യാൻ പറ്റൂ എന്നതല്ല, 3 yearsനുള്ളിലും നമുക്ക് ക്ലബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ലൈക്ക് 186 വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ 2 ഓപ്ഷൻസ് പറഞ്ഞു, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും പിന്നെ
ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഫോർ ദ സ്പൗസ്. അതുകൂടാതെ ഇനിയിപ്പോൾ നമുക്കൊരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലഭിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ ചില സ്പൗസുകൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെയുള്ള ഓപ്ഷൻ വരുമ്പോൾ പിന്നെ ഗവൺമെൻറ് നമുക്ക് തരുന്നൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവരെ ഇമിഗ്രേഷനിലേക്ക് നമ്മുടെ ഈ അപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ സ്പൗസിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻസി ഇല്ല എന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷനിലേക്ക് ഒരു 4,000 സംതിങ് എമൗണ്ട്, ഐ എം എക്സാക്ട്ലി നോട്ട് ഷുവർ ഹൗ മച്ച് ഇറ്റ് ഈസ്, ബട്ട് 4,000 സംതിങ് ആണ്. അതടയ്ക്കുകയാണെങ്കിൽ വിത്തൗട്ട് ഇംഗ്ലീഷ് എക്സാം നമുക്ക് ആ പ്രോസസ്സ് ചെയ്യാവുന്നതും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഓസ്ട്രേലിയയിലേക്കുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസുകൾ. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കമൻറ്റിന് താഴെ രേഖപ്പെടുത്തുക. നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി ആർക്കാണോ നമ്മുടെ വീഡിയോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് തോന്നുന്നത് അവരായിട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ ഓൾ ദ സപ്പോർട്ട്. താങ്ക് യു.